പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിതാ ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് ഇഡലിയോ ഇല്ലെങ്കിൽ ദോശയാണ് അല്ലേ. അപ്പം എന്നും ഒരേ രീതിയിൽ ഈ ഒരു ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നമുക്കും ബോറിംഗ് ആയി തുടങ്ങില്ലേ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഇഡലി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേ നമുക്ക് ആവശ്യമായ ഇഡലിയുടെ ബാറ്റർ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ആ ഇരിക്കുന്ന ഇഡലിയുടെ ബാറ്ററിൽ ആദ്യം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ചിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ മോർണിംഗിൽ എന്തോരം ഇഡലി വേണോ അതിനാവശ്യമായ ഇഞ്ചിയും കറിവേപ്പിലയും മാത്രം പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളിങ്ങനെയാണോ ഇഡലി ഉണ്ടാക്കാറുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം സ്ഥിരമായിട്ടുണ്ടാക്കിയില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ടാകും, അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാ ബാറ്ററെല്ലാം ഓരോ ഇഡലി തട്ടിലായിട്ട് നിറച്ച് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. അതിനതിൽ ഇഞ്ചിയും കറിവേപ്പിലയും എക്സ്ട്രാ ആഡ് ചെയ്തു എന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്.